അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ ആരും പേടിക്കേണ്ടതില്ല. അവിടെ നിന്ന് കേൾക്കുന്നു, ഇവിടെ നിന്ന് കേൾക്കുന്നു, അപ്പൊന്ന് കേൾക്കുന്നു, ഇപ്പുറത്തുനിന്ന് കേൾക്കുന്നു. സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ചെറുപ്പക്കാരാണെങ്കിൽ മതബോധമുള്ളവരാണെങ്കിൽ വളരെ നിരാശരാണ്. എന്താ ഇപ്പോൾ ഇതൊക്കെ കൂടി കാട്ടുക, എങ്ങനെയാ ഇപ്പോൾ ഇതൊക്കെ കൂടി കിട്ടുക, നമ്മളെ ഇതൊക്കെ കൂടി നിർത്താനായിട്ടുള്ളൂ, ഇപ്പൊ ഇതേറ്റ് നോക്കേണ്ടി വരുമല്ലോ ഇപ്പൊ എല്ലാവരും കൂടി എന്നുള്ളൊരു ചിന്ത. അങ്ങനെ ചിന്തിക്കുകയാണ് ഇത്തരം ആളുകളേക്ക് നിൽക്കണമെന്ന്. അതേ രീതിയിൽ തന്നെ ആ പേടി നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിലേക്കും നമ്മുടെ പ്രസംഗങ്ങളിലേക്കും നമ്മുടെ കുറിപ്പുകളിലേക്കും ലേഖനങ്ങളിലേക്കും ഒക്കെ വ്യാപകമായി വന്നിരിക്കുകയാണ്. അതിനൊക്കെ ഇത് പ്രത്യേകം വായിച്ചാൽ നമുക്കറിയാം. ഇതെല്ലാം വളരെ ആശങ്കപ്പെട്ടുകൊണ്ടാണ്. സമാധാനപരമായി ചിന്തിച്ചാൽ പണ്ടേ വന്നിട്ടുള്ളത് എന്താണോ അതിനപ്പുറം പുതുതായി ഒന്നും വന്നിട്ടില്ല. ഇതൊക്കെ ഒരുപാട് കാലമായി വന്നുകൊണ്ടേയിരിക്കുന്നു, പിന്നെ അത് മാഞ്ഞു പോകും, പിന്നെയും വന്നുകൊണ്ടേയിരിക്കുന്നു, മാഞ്ഞു പോകും. തലമുറകൾ മാറും തോറും ഒരു 10-40 വർഷം കഴിഞ്ഞാൽ പഴയത് തന്നെ പുതിയ രീതിയിൽ വരും. ഒരു തലമുറയുടെ കാലം കഴിഞ്ഞ ശേഷം 1-2 തലമുറ പിന്നിട്ടാൽ വീണ്ടും പഴയ തലമുറയുടേത് ആവർത്തിച്ചു വരും. ഇങ്ങനെ വരുന്നതാണ് ഇതൊക്കെ. മസ്ദക്കിൻ്റെതും അങ്ങനെ തന്നെ. പരിശുദ്ധ ദീനിനെ അല്ലാഹു തആല സത്യമായി എന്നും ജ്വലിപ്പിച്ചു നിർത്തുമെന്നത് അന്ത്യനാൾ വരെയുള്ളവരാണ്. ജ്വലിപ്പിച്ച് നിർത്തുന്നത് ആരാവട്ടെ, അവർ എത്ര കുറവാവട്ടെ, അവർ എത്ര അംഗസംഖ്യ ചുരുങ്ങിയവരാവട്ടെ, നമ്മുടെ ഇമാമുകൾ ഈ ഹദീസ് വിവരിക്കുമ്പോൾ പറയാ വലോ വാഹിദൻ എന്നാണ്. സത്യദീനിനെ ജ്വലിപ്പിച്ചു നിർത്തുകയും ജയിപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നവരും അതാണ് ഏതിനെയും അതിജയിക്കുന്ന പ്രത്യയശാസ്ത്രമെന്ന് ലോകത്ത് തെളിയിക്കുകയും ചെയ്യുന്നവർ ഈ സമുദായത്തിൽ ഒരു കൊച്ചു വിഭാഗമെങ്കിലും ഉണ്ടാകുമെന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസ് വിവരിക്കുമ്പോൾ നമ്മുടെ ഇമാമുകൾ കുറിക്കുന്നത് വലോ വാഹിദൻ. അങ്ങനെയുള്ള വ്യക്തി വാസ്തവത്തിൽ ഒരാളായിരിക്കാം എന്ന് പറയുന്നത് ചെറിയ സാധ്യതയല്ല. വലിയ വലിയ മഹാന്മാരായ ആളുകൾ പറയുന്ന സാധ്യതയാണ്. സൂഫിയന്മാരായ ജ്ഞാനികളായ ആരിഫീങ്ങൾ പറയുന്ന സാധ്യതയാണ്. ഒരാളായിരിക്കാം, എന്നാലും ദീൻ തന്നെ ജ്വലിച്ചു നിൽക്കാം. ഒരു യുക്തിവാദിയുടെ മുൻപിലും നമ്മുടെ ദീനിന് ഒരിക്കലും തോറ്റുകൊടുക്കേണ്ടി വരില്ല. നമ്മുടെ ദീനിനൊന്നും ആക്കാൻ കഴിയുമില്ല. അതുകൊണ്ട് തന്നെയാണ് പേടിയോടുകൂടെ ഈ ദീനിനെ തന്നെ വേട്ടയാടാൻ, ഈ ദീനനുസരിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളെ തന്നെ പീഡിപ്പിക്കാൻ, അവരെ നിശബ്ദമാക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച് എല്ലാ കീരിയും പാമ്പും ഒന്നാകുന്നത്. എല്ലാതരം ശത്രുക്കളും, ജൂതന്മാരും ക്രിസ്ത്യാനികളും എന്ന് പറഞ്ഞാൽ എത്ര വർഗശത്രുക്കളാ! എങ്ങനെ വർഗശത്രുത വേണ്ടതാണ്? ക്രിസ്ത്യാനികൾക്ക് ദൈവമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന ദൈവത്തെ കുരിശിൽ തറച്ചു കൊന്നു എന്ന് അവർ ആരോപിക്കുന്നവരാണ് ജൂതന്മാർ. ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും തമ്മിൽ എങ്ങനെ വരണം? പക്ഷേ അവർ നമുക്കെതിരെ വരുമ്പോൾ, ഇസ്ലാമിനെതിരെ വരുമ്പോൾ ഒന്നാണ്. അതേ രീതിയിൽ ഇപ്പുറത്ത് വേറെ ചിന്തിച്ചു നോക്കിയങ്ങൾ ഏതെല്ലാം വിഭാഗങ്ങളുണ്ട്, ഏതെല്ലാം